വിനയൻ സാറിന് അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ മകൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ നല്ല രസം പടമാണ്. അത്ര നല്ല സെലക്ഷനാണ് മൂവി. സൂപ്പറായിട്ടുണ്ട്. ഒരിക്കലും ഒരു ലാഗോ ഒന്നുമില്ല. എല്ലാത്തരം ഓഡിയൻസിനെയും നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഷുവർ. താങ്ക് യു. നടന്ന സംഭവമാണ്. നടന്ന സംഭവം ബേസ്ഡ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. ആക്ച്വലി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മിസ്സിംഗ് കേസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഒരിക്കലും ഒരു ലാഗായിട്ട് തോന്നില്ല. പിന്നെ അഭിലാഷ് പിള്ള എന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെ ബ്രില്യൻസ് എന്ന് തന്നെ പറയാം. പിന്നെ വിഷ്ണുവിനെ എന്ന ഡയറക്ടർ ഒരു പുതിയ തുടക്കമായിട്ട് മലയാളത്തിൽ ഇനി വമ്പൻ ഹിറ്റുകൾ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അർജുൻ അശോകിൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് ഫിലിം എന്ന് പറയാം. സൂപ്പറായിട്ടുണ്ട്. എല്ലാം നല്ലതാണ്. DOP ആയാലും ബാക്ക്ഗ്രൗണ്ട് ആയാലും സസ്പെൻസ് ആയാലും സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല. സ്ക്രിപ്റ്റ് സൂപ്പറാണ്. വേറെ ഒന്നും കുറ്റം പറയാനില്ല. നല്ലൊരു ഗംഭീര സിനിമ. അതായത് കുറ്റാന്വേഷണ ത്രില്ലിംഗ് ആക്ഷൻ ത്രില്ലർ മൂവി എന്ന് പറയാം. കാരണം നമ്മുടെ സംഗീത മേഡം നന്നായിട്ട് ഇതിൽ ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുനേശ്വരൻ്റെ കാര്യം പറയേണ്ടത് പെർഫെക്റ്റ് നല്ല ഇതായിട്ടുണ്ട്. കാര്യം വിനയ് സാറിൻ്റെ മകൻ വിഷ്ണു വിനയ് ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യണമെന്ന് നമുക്ക് തോന്നില്ല. അത്രയ്ക്ക് നല്ല പ്രേക്ഷകരെ പിടിച്ചിരുത്തി അവസാനം വരെ നമ്മൾ എന്താണ് അതിൻ്റെ സസ്പെൻസ് എന്നുള്ളത് നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമ. ഏതായാലും നല്ലൊരു സിനിമ ആനന്ദ് ശ്രീബാല. ഇമോഷണലി എത്രമാത്രം കണക്ട് ആവുന്നുണ്ട്? ഇമോഷണലി അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അത് പെർഫെക്റ്റായിട്ട് എന്തായാലും ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ. നമുക്കൊരു സങ്കടമുണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, ആക്ഷൻ, ക്യാമറ എല്ലാം, മ്യൂസിക് എല്ലാം അടിപൊളി. നല്ല ക്ലൈമാക്സ് അടിപൊളി. നമ്മൾ പടം തീർന്ന് എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് വേറൊരു ത്രില്ലിങ്ങിലോട്ട് പോകുന്നു. ഏതായാലും നല്ലൊരു സിനിമ. ഏതായാലും വിനയൻ സാറിന് അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ മകൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ ആദ്യത്തെ ഒരു ഇതില്ല, നല്ലപോലെ ചെയ്തൊരു എക്സ്പീരിയൻസ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അത് പ്രേക്ഷകർ കണ്ട് അതിനെ വിലയിരുത്താം. കാരണം എനിക്ക് 100% നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അതിൽ ഫാമിലിയായിട്ട് മാളികപ്പുറത്തിൻ്റെ തിരക്കഥാർത്ഥല്ലേ അത് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കഥ ഇങ്ങനെ ഒരു ത്രില്ലിങ്ങിലോട്ട് നമുക്ക് ഭക്തിപരമായിട്ടുള്ള മാളികപ്പുറമാണ് നമ്മൾ ഉണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു ത്രില്ലിങ് എന്തായാലും കഥയുടെ ഒരു പോക്കും ഒക്കെ നന്നായിട്ട് റൈറ്റർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ റൈറ്ററിൻ്റെ ഇത് പിന്നെ ഡയറക്ഷൻ്റെ ഇതിലും പടം സൂപ്പറാണ്. ഒരു ഫാമിലി ഡ്രാമ ഇമോഷണൽ ത്രില്ലറായിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റൈലും എൻഗേജിങ് ആയിക്കോട്ടും ചോരാതെയാണ് പടം മുന്നോട്ട് പോകുന്നത്. ഇമോഷണൽ ഭയങ്കര കണക്റ്റഡ് ആണ്. ഒരു അമ്മ മകൻ ബോണ്ടൊക്കെയാണ് പടം പറഞ്ഞു പോകുന്നത്. പിന്നെ ക്യാരക്ടർ എല്ലാം നല്ലതാണ്. സിദ്ദീഖ്, സൈജു കുറുപ്പ്, അതുപോലെ അർജുൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലൊരു ഒരു ടൈപ്പ് ആണ്. അപ്പോൾ പിന്നെ ജോണർ ഒരു ത്രില്ലർ മാത്രമല്ല, എല്ലാ കണ്ടന്റും വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഫാമിലിക്ക് ഇമോഷണൽ ഭയങ്കര ഒരു കണക്റ്റഡ് ആവുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഡയറക്ഷനും എടുത്ത് പറയണം, മ്യൂസിക് എടുത്ത് പറയണം. ഫസ്റ്റ് തൊട്ട് എൻഗേജ് ചെയ്യണം. മ്യൂസിക്കിൻ്റെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് മ്യൂസിക് എറിഞ്ഞിട്ടുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ ഡയറക്ഷന്, അഭിലാഷിൻ്റെ എഴുത്ത് നല്ല രസമുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് പടം. സസ്പെൻസ് ഒക്കെ ഉള്ള നമുക്ക് അറിയാവുന്നൊരു സ്റ്റോറിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലല്ല, അതിൻ്റെ ഒരു മേക്കിംഗ് ഒട്ടും ചോരാതെയാണ് പടം പോയേക്കുന്നത്. എൻഡിങ് വരെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്, എൻഗേജ് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നുള്ളത് അതിന് മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇവർ 3 പേരുടെയും ഡയറക്ടറുടെയും മ്യൂസിക് ഡയറക്ടറുടെയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റിനെ പറ്റി എന്താ പറയുക, മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആ ഒരു ടീമാണല്ലോ. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ എന്നുള്ളത്. അഭിലാഷിൻ്റെ എഴുത്ത് നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓവറോൾ വൺ ടൈം വാച്ച് കാണാൻ പറ്റിയ പടം തന്നെയാണത്. കൊള്ളാം.